നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസിന്റെ ഗെയിം പ്ലാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എങ്ങനെയെങ്കിലും അക്ബറിന് ട്രോഫി എത്തിക്കുന്ന വിധത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ഇപ്പോൾ ഷാനവാസ്, അതുപോലെ അനീഷ്, അനുമോള് ഇവരൊക്കെ വളർന്നു വരുന്നു. അങ്ങനെ വളർന്നു വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് ദോഷമാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് മനഃപൂർവ്വമാണ് ഇപ്പോൾ അനുമോളെ തരം താഴ്ത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും അറിയാം. അതായത് അനുമോളോട് മാത്രം എന്താണ് ലാലേട്ടൻ ഇതുപോലെ പെരുമാറുന്നത്, വേറെ ഒരാളോടും അങ്ങനെ പെരുമാറുന്നില്ല. അവിടെ ജിസയിലായാലും അതുപോലെ ആര്യനായാലും മറ്റുള്ളവരായൊക്കെ ഭയങ്കരമായിട്ടുള്ള റോങ് ആയിട്ടുള്ള, ഒരുപക്ഷെ എന്തിനധികം പറഞ്ഞ് നെവിൻ എന്ന് പറയുന്നവൻ തന്നെ അവിടുത്തെ റേഷൻ കട്ട് നിന്നലും അങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ലാലേട്ടൻ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നലെ ഇപ്പോഴേ അനുമോള് ഓടി വന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമാണ്. അനുമോൾക്ക് അതിൻ്റെ ആവശ്യമില്ല, അതിനൊരിക്കലും നമ്മൾ ന്യായീകരിക്കുന്നില്ല. അനുമോള് ചെയ്തത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം തന്നെയാണ്. അനുമോൾ അത് വരേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ അനുമോൾ ഓടി വന്നു എന്ന് കരുതിയിട്ട് ഇങ്ങനെ ചെയ്ത കാര്യങ്ങളെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നൂറ വന്നപ്പോൾ നൂറ മാത്രമാണ് വന്നെങ്കിൽ ലാലേട്ടൻ ഒന്നും മിണ്ടൂല, ലാലേട്ടൻ ഒരു അക്ഷരം മിണ്ടൂല. പക്ഷേ നൂറയുടെ കൂടെ അനുമോളെ കണ്ടപ്പോഴേ അനുമോളോട് എന്തോ ഒരു വിരോധം വെച്ച് സൂക്ഷിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അനുമോളൊക്കെ ഉണ്ടായ ഫാൻ ബേസ് ആണോ, അല്ലെങ്കിൽ ഇനി അനുമോളെ വേറെ ഏതെങ്കിലും തരത്തിൽ കൊണ്ടുവന്നിട്ട് ബലിയാടാക്കാനാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ കപ്പ് കൊടുക്കാതിരിക്കേണ്ട എല്ലാ പരിപാടികളും അവിടെ നടത്തുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അനുമോളെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള, അതായത് പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് അനുമോളെ വെറുക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എൻ്റെ തോന്നിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഇന്നലെ യാതൊരു ആവശ്യവുമില്ല, അങ്ങനെ ഒരാൾ വന്ന് കെട്ടിപ്പിടിച്ചു എന്ന് കരുതിയാൽ ഞാൻ ഇറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാമ കളിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഇറങ്ങിപ്പോയാൽ ലാലേട്ടൻ ഇനിയിപ്പോൾ ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും കളിക്കാൻ കഴിയില്ല. അവരുടെ മനസ്സ് മുഴുവൻ എന്ന് പറഞ്ഞാൽ, അയ്യോ ലാലേട്ടൻ ഇറങ്ങിപ്പോയത് ഞങ്ങൾ കാരണമാണോ, ഞങ്ങളെ ജനങ്ങൾ വെറുക്കുമല്ലോ എന്നുള്ള ഒരു മനസ്സിൽ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് ഇവരുടെ കാര്യങ്ങളും. അതിന് ലാലേട്ടൻ കൂടി കൂട്ടുനിന്നു എന്നുള്ളതാണ്. എന്നിട്ട് പറയുകയാണ് ഇവരുടെ മനസ്സൊക്കെ ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ കളിക്കുന്നു, അങ്ങനെ കളിക്കുന്നു, ഇങ്ങനെ കളിക്കുന്നു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ മനഃപൂർവ്വം നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടും, അനുമോള് ഈ ഒരാഴ്ച ഇനി ഒന്നും കളിക്കാൻ പാടില്ല, അനുമോള് കളിക്കാതെ തന്നെ എന്ന് പറഞ്ഞ് അങ്ങനെ തീർന്നു പോകണം എന്നുള്ള തരത്തിൽ ലാലേട്ടൻ ചെയ്ത ഒരു വലിയ പണി തന്നെയാണ്. ഒരിക്കലും അതിന് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. പിന്നീട് ഞാൻ വരും എന്ന് വിചാരിച്ചു, പക്ഷെ വന്നിട്ടില്ല. അനുമോളോട് ആ കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുമില്ല. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയണം. ഒരാഴ്ച വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്ക് സംശയമാണ്. സംശയത്തോട് സംശയമായിരിക്കും. അയ്യോ ഇനിയിപ്പോൾ ജനങ്ങൾ എന്ത് വിചാരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ആര്യൻ ഇതുപോലെ ചെയ്തപ്പോൾ ആര്യനെ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആര്യൻ ലാലേട്ടനെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ലാലേട്ടനെ അപമാനിച്ചു എന്നാണ് ഇത് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ഥിതി എന്താകും എന്നെല്ലാം ആലോചിച്ചിട്ട് അനുമോൾക്ക് ഒരാഴ്ച കളിക്കാൻ കഴിയില്ല എന്ന് ലാലേട്ടനും അറിയാം, ബിഗ് ബോസിനും അറിയാം, എല്ലാവർക്കും അറിയാം. അതിനു വേണ്ടിയിട്ട് തന്നെയുള്ള ഒരു നാടകമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് അവിടെ പലരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിൻ്റെ സ്വന്തമായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ഊളപ്പരിപാടിയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന അന്ന് മുതലേ നമുക്കറിയാം, ബിഗ് ബോസ് തുടങ്ങിയ അന്ന് മുതലേ ഈ അനുമോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കണ്ണിലെ കരടാണ്. എന്നാൽ നേരെ മറിച്ച് അനുമോളാണെങ്കിലോ പ്രേക്ഷക മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് എനിക്ക് ഒരു അഭിപ്രായമില്ല. ഇന്നലത്തെ സംഭവം ഒരു കാരണവശാലും നൂറിയും അതിലെയും പോയിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും അനുമോള് തന്നെയാണ് ശരി എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇവിടെ വന്ന അന്നു മുതലേ ഇവർക്കാർക്കും കണ്ടൂടാ. ഇവരെല്ലാവരും അന്നു മുതൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പൊക്കി കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്ന ഒരുത്തനാണ് അക്ബർ. അക്ബർ ആണെങ്കിൽ താഴ്ന്നു പോവുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും അക്ബറിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ താഴ്ന്നു പോവുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരെയും ഒഴിവാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ എല്ലാവരെയും നെഗറ്റീവ് ആക്കിയതിന് ശേഷം അക്ബറിനെ പൊക്കി കൊണ്ടുവരാനുള്ള പരിപാടിയാണോ എന്നറിയില്ല. ഏതായാലും അതിനും കൂടിയിട്ടാണ് ഈ ലാലേട്ടനെ പോലെയുള്ളവർ കൂട്ടു നിൽക്കുന്നതല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് അദ്ദേഹത്തോട് തന്നെ പുച്ഛം തോന്നുകയാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന് വളരെ മോശം തന്നെയാണ് ഇന്നലെ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് പിന്നെ എല്ലാവർക്കും മനസമാധാനം കൊടുക്കണം, സമാധാനത്തോടുകൂടി എല്ലാവരും പോകണം എന്നൊക്കെ പറയുന്ന ലാലേട്ടൻ തന്നെ ഇന്നലെ കാണിച്ചു വെച്ചിരിക്കുന്നത് അനുമോൾക്ക് ഒരാഴ്ചത്തേക്ക് അനുമോളെ മിണ്ടാതാക്കാനുള്ള, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അനുമോളോടുള്ള ദേഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾ ഏതോ ഒരു ഷോയിൽ പറയുന്നുണ്ട്, ഏതോ എപ്പിസോഡിൽ പറയുന്നുണ്ട്, അതായത്
ഞാൻ ഇവിടെ വന്നത് കണ്ടന്റ് കൊടുക്കാനാണ്, ഞാൻ അതിനുള്ള ശമ്പളം വാങ്ങിക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കണ്ടന്റ് പോയിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞപ്പോഴേ ലാലേട്ടൻ എപ്പിസോഡിൽ വന്ന് പറയുന്നുണ്ട്, അതായത് ഇവിടെ ആരും കണ്ടന്റ് തരാനൊന്നുമല്ല ഞങ്ങൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് ഏകദേശം 2-3 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്നു പോയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരാൾ പോലും ലൈവ് കാണാറില്ലായിരുന്നു. ലൈവിലൊക്കെ എന്ന് പറഞ്ഞാൽ അനുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ വിഷമിച്ച് നടക്കുന്ന നമ്മൾ കാണുന്നത്. അപ്പോൾ അതോടുകൂടിയിട്ട് അനുമോൾ അങ്ങ് തീർന്നു, ഇല്ലെങ്കിൽ അനുമോൾ അങ്ങ് തീർത്തു എന്നുള്ള തരത്തിലായിരുന്നു ഇവർ. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അനുമോൾ വീണ്ടും പൊങ്ങി വന്നു. അത് ഇവർക്ക് കൃത്യമായിട്ട് പിടിച്ചിട്ടില്ല. അനുമോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം കുടുംബ പ്രേക്ഷകരായാലും മറ്റുള്ളവരായാലും എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു മത്സരാർത്ഥി എന്ന് പറഞ്ഞാൽ അനുമോളാണ്. അത് അനുമോളുടെ ആ ഒരു ഭക്ഷണം കൊടുക്കുന്ന രീതികളായാലും അതുപോലെ അവിടെ വെച്ചുണ്ടാക്കുന്ന രീതികളായാലും എന്താ പറയേണ്ടത് എല്ലാത്തിലും ആക്റ്റീവാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ ഈ കിച്ചണിലൊക്കെ വരുന്ന ആൾക്കാർ വേറെ ഒന്നിലും ആക്റ്റീവ് ആവില്ല. ഇത് എന്ന് പറഞ്ഞാൽ അനുമോള് നിൽക്കുന്നവർക്ക് കണ്ടന്റ് ഉണ്ട്, അനുമോള് നിൽക്കുന്നവർക്ക് ക്യാമറയുണ്ട്, അനുമോള് നിൽക്കുന്നിടത്ത് എല്ലാ ഇതും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദേഷ്യം അനുമോളോടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനുമോളുടെ ഭാഗം അനുമോളെ എങ്ങനെയെങ്കിലും മാറ്റാൻ വേണ്ടിയിട്ടും നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടും ഇവർ പലതരത്തിലും കളിച്ചത്. ആദ്യം തന്നെ നമുക്കറിയാലോ, അനുമോളിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി എന്ന് പറഞ്ഞാൽ മാപ്പ് പറയാൻ നോക്കിയിരുന്നു. പക്ഷെ കല്ലുപോലെ ഉറച്ച അനുമോള് മാപ്പ് പറയാൻ തയ്യാറായില്ല. അതോടുകൂടിയിട്ട് ലാലേട്ടന്റെ കണ്ണിലേക്ക് കരടായോ എന്നുള്ള ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇത് വെറും സംശയം മാത്രമാണ്, ഒറിജിനൽ ഒന്നുമല്ല. അതുകൊണ്ട് പറയുകയാണ്, സംശയം നമുക്ക് സംശയിക്കാം. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, അനുമോള പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയുള്ള അതായത് ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. ആര്യനെ പോലെയുള്ള, അക്ബറിനെ പോലെയുള്ള, ജിസൈലിനെ പോലെയുള്ള ആൾക്കാർ. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ആർക്കെങ്കിലും കപ്പ് കൊടുക്കാനായിരിക്കാം ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് താല്പര്യം. അതുകൊണ്ടാണല്ലോ ജിസൈൽ മാമി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ പ്രതികരിക്കൂലല്ലോ. ജിസൈൽ എന്ത് കാണിച്ചു കഴിഞ്ഞാലും അവർക്കൊരു കുഴപ്പവുമില്ല. ജിസൈലിന് ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ ലാലേട്ടൻ പിന്നെ പറയുന്നത് കണ്ടിട്ടുണ്ടോ? പറയത്തില്ല. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ജിസൈലായാലും ആര്യനായാലും അക്ബർ ആയാലും എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലെ കുട്ടികളാണ്. അതുകൊണ്ട് അവരൊന്നും പറയില്ല. നേരെ മറിച്ച് അനുമോൾ അങ്ങനെയല്ല. അനുമോളായാലും മറ്റുള്ളവരായാലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വീട്ടിൽ നിന്ന് വന്നെയാന്ന്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിക്ക് പോലും കൊടുത്ത സപ്പോർട്ട് അനുമോൾക്ക് അവിടെ കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ എല്ലാവർക്കും സപ്പോർട്ട് ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ കൊടുക്കുമ്പോഴും ഇവിടെ അനുമോൾ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയെ തേച്ചൊട്ടിക്കാനും അതോടുകൂടി അനുമോളുടെ ഗെയിം ഇല്ലാതാക്കാനുമാണ് മാത്രമാണ് ഇവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അനുമോള് തന്നെയാണ് അവിടെ കണ്ടന്റ്, അനുമോള് തന്നെയാണ് അവിടെ കണ്ടന്റ് കൊടുക്കുന്നത്, അനുമോളാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. അനുമോള് 2 ദിവസം മിണ്ടാതിരുന്നപ്പോഴേ അവിടെയുള്ള എന്താ പറയുക ഒരാൾ പോലും കാണുന്നില്ല ലൈവ് ഒന്നും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് എല്ലാം നന്മമാരായിപ്പോയി. അനുമോളാണെങ്കിൽ ഒരു സൈഡിലുമായിപ്പോയി. അനുമോളെ ഗെയിം വന്നപ്പോഴേ വീണ്ടും അടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അനുമോളെ ഇനിയും ഇവരിങ്ങനെ അടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കും. കാരണം എന്താ, എങ്ങനെയെങ്കിലും ഒരു 75ാമത്തെ ദിവസം അനുമോളെ പുറത്തു വരണം. അനുമോളുടെ കാര്യങ്ങൾ അതായത് അനുമോള് നെഗറ്റീവായി അല്ലെങ്കിൽ അനുമോൾക്കാരും വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് വരുത്തി തീർത്തിട്ട് വേണം ഇവർക്ക് പുറത്തുവിടാൻ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പുറത്തുവിടാൻ പറ്റൂല. കാരണം എന്താ, എല്ലാ ഇതിലും അനുമോള് വന്നു കഴിഞ്ഞാലും അനുമോളൊക്കെ നല്ല വോട്ടിംഗ് ആണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അനുമോളെ പുറത്താക്കാനാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എഴുതുക. നന്ദി, നമസ്കാരം.